പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ജീവിത ദുരന്തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നായിരിക്കാം. എന്തിനാണ് ഈ രോഗം വന്നത്? ശാരീരികവും ബുദ്ധിപരവുമായ വൈകല്യങ്ങളോടെ ഈ മനുഷ്യൻ ജനിക്കുവാനിടയായത് എന്തുകൊണ്ടാണ്? യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് ഇതൊക്കെ തടയാൻ കഴിയില്ലേ? ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വിശ്വാസത്തിൽ ഇടറിപ്പോകുന്നവരും സഭ വിട്ടുപോകുന്നവരും നിരീശ്വരവാദികളാകുന്നവരും നിരാശയിൽ ആത്മഹത്യയുടെ ചുഴിയിലേക്ക് എടുത്തു ചാടുന്നവരുമൊക്കെ അനവധിയാണ്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഈ ചോദ്യം ഒരിക്കൽ നേരിട്ട് ചോദിച്ചു. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. കർത്താവ് ഈ വിഷയം ഒരു ഡിബേറ്റാക്കുവാൻ തയ്യാറായില്ല. സഹനങ്ങൾക്ക് പിന്നിലുള്ള ദൈവ ഉദ്ദേശത്തിലേക്ക് ശിഷ്യന്മാരുടെ ശ്രദ്ധ അദ്ദേഹം തിരിച്ചു. കഷ്ടനഷ്ട ദുരന്തങ്ങളിൽ എന്തുകൊണ്ട് എന്നല്ല, ദൈവ മഹത്വത്തിനായി ഈ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിക്കണം എന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഒന്നാമത്, ഇവൻ കുരുടനായി ജനിക്കുവാൻ ആരുടെ പാപമാണ് കാരണമായത്? ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് ശിഷ്യന്മാർ ചോദിച്ചു. ജീവിത ദുരന്തങ്ങളും സഹനങ്ങളും ദൈവത്തിന്റെ ശിക്ഷയല്ല. ജീവിത പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾക്ക് ലളിതമായ വിശദീകരണം സാധ്യവുമല്ല. അതിൻ്റെ പിന്നിൽ ദൈവം മാത്രം അറിയുന്ന സങ്കീർണമായ കാരണങ്ങൾ ഉണ്ടാകാം എന്നാണ് കർത്താവ് പ്രതികരിച്ചത്. മറ്റൊരു സന്ദർഭത്തിലും കർത്താവ് ഈ പ്രശ്നത്തെ പറ്റിയുള്ള തൻ്റെ കാഴ്ചപ്പാട് വെളിപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസ് 13-ാം അധ്യായം. ശിലോഹോമിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് യെരുശലേമിൽ വസിച്ചിരുന്ന എല്ലാവരേക്കാളും പാപികളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല എന്ന് ഞാൻ പറയുന്നു. ഒരു എമർജൻസി റൂമിൽ അപകടം സംഭവിച്ച രോഗിയെ കൊണ്ടുവരുമ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ആരാണ് ഇതിൻ്റെ പിന്നിലെ കാരണക്കാർ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം മെഡിക്കൽ ടീം എന്താണ് ചെയ്യുന്നത്? രോഗിയെ രക്ഷപ്പെടുത്താനുള്ള അടിയന്തര ശുശ്രൂഷ ആരംഭിക്കും. അതുപോലെ ദുരന്ത സഹനങ്ങളുടെ പശ്ചാത്തലവും കാരണങ്ങളും അന്വേഷിക്കുന്നതിന് പകരം സഹായവും സാന്ത്വനവും നൽകാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. രണ്ടാമത്, ദുരന്തബാധിതർക്കും പ്രതിസന്ധികൾക്കും വേണ്ടി എന്ത് സഹായം ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമൊക്കെ കർത്താവ് ആവശ്യപ്പെടുന്നു. ഈ മനോഭാവം നമ്മുടെ മൈൻഡ് സെറ്റിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. വിമർശനം, കുറ്റപ്പെടുത്തൽ, അവഗണന എന്നിവയ്ക്ക് പകരം ഹതഭാഗ്യരോട് കരുണയും സ്നേഹവും പ്രകടിപ്പിക്കുവാൻ
നമുക്ക് പ്രേരണ നൽകും. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഗലാത്യർ 6:2, പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ. ദുരന്തബാധിതരെ വിമർശിക്കുന്നതും വിധിക്കുന്നതും യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണമല്ലെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. 1:27 പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്ത് സൂക്ഷിക്കുക. Christianity is not a philosophy of explanation. It's a life of compassionate action. വളരെ മനോഹരമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്, അല്ലേ? ക്രിസ്തു സ്നേഹത്തിന്റെ പ്രതീകമായി ലോകമെങ്ങും അഗതി മന്ദിരങ്ങളും ഓർഫനേജുകളും വൃദ്ധസദനങ്ങളും പുനരധിവാസ കേന്ദ്രങ്ങളും പാലിയേറ്റീവ് കെയർ സെന്ററുകളും സൗജന്യ സേവനം നൽകുന്നുണ്ട്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 33 ലക്ഷം ക്രിസ്ത്യൻ ചാരിറ്റി സംഘടനകളുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത കോടിക്കണക്കിന് ക്രിസ്ത്യൻ സേവന കേന്ദ്രങ്ങളുമുണ്ട്. ദുരന്തകാരണങ്ങൾ എന്തുകൊണ്ടാണെന്നും ദുരന്തബാധിതർ ഏതു മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നും ഒന്നും ചോദിക്കാതെ ക്രിസ്തുവിന്റെ സ്നേഹം നിസ്വാർത്ഥമായി പങ്കുവയ്ക്കുന്ന ഈ സ്ഥാപനങ്ങളിലൂടെ, അതിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളിലൂടെ, അവർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന അനേകം അഭ്യുദയകാംക്ഷികളിലൂടെ ദൈവ തിരുനാമം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്, മനുഷ്യന്റെ തകർച്ചയിലെ സ്നേഹ ശുശ്രൂഷ ദൈവ തിരുനാമത്തിന് മഹത്വമാണ്. മനോശാരീരിക വൈകല്യങ്ങൾ, മനോരോഗങ്ങൾ, ഏകാന്തത, തിരസ്കരണം, വാർദ്ധക്യം തുടങ്ങിയ ജീവിത പ്രതിസന്ധികൾ അന്തിച്ചർച്ചയ്ക്കുള്ള വിഷയങ്ങളല്ല. കാരുണ്യവും സ്നേഹവും പങ്കുവെക്കേണ്ട സാഹചര്യങ്ങളും നൊമ്പരങ്ങളുമാണ്. കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് വഴിയിൽ കിടന്ന മനുഷ്യനെ കണ്ടിട്ടും കാണാതെ കടന്നുപോയ മനുഷ്യരുടെ മനസ്സിൽ പല ന്യായങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. അവന്റെ മുറിവുകളിൽ എണ്ണ പുരട്ടുന്നതിന് മുമ്പ് ശമരിയക്കാരൻ അവനോട് ഒരു ചോദ്യവും ചോദിച്ചില്ല. അവന്റെ പ്രവൃത്തിയിലൂടെ ദൈവ തിരുനാമം മഹത്വപ്പെട്ടു. ദൈവം നമുക്ക് അനുദിനം നൽകിക്കൊണ്ടിരിക്കുന്ന ദിവ്യ പരിപാലനത്തിന് സാമ്പത്തിക പ്രതിഫലമൊന്നും ദൈവം ഒരിക്കലും ആവശ്യപ്പെടാറില്ല. വഴിപാട് കൊടുത്തില്ലെങ്കിൽ ദൈവം ഉപദ്രവിക്കും, അനുഗ്രഹങ്ങൾ തടയും, ശപിക്കും എന്നൊക്കെയുള്ള ചിന്താഗതികൾ തികച്ചും അബദ്ധമാണ്, മാനുഷിക നിയമങ്ങളാണ്. കർത്താവ് തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ ഉണ്ട്. 25:40 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ, സഹായിച്ചപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. സദൃശവാക്യത്തിലും ഉപാധികളില്ലാത്ത സേവനത്തെപ്പറ്റിയുള്ള പരാമർശമുണ്ട്. 19:17 ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. ആതുര ശുശ്രൂഷ ഈശ്വര ശുശ്രൂഷയാണ്.
നിസ്സഹായർക്ക് സ്നേഹ ശുശ്രൂഷയും പരിചരണവും നൽകുന്ന വ്യക്തികളിലൂടെ ദൈവ സ്നേഹവും മഹത്വവുമാണ് വെളിപ്പെടുന്നത്. കർത്താവ് പറഞ്ഞു, ദൈവ തിരുനാമം മഹത്വപ്പെടുവാനാണ് ഈ പിറവിക്കുരുടന്റെ സഹനങ്ങൾ. നാലാമത്, ജീവിത സഹനങ്ങളിൽ ദൈവാശ്രയത്തോടെ ജീവിക്കുന്നത് മിറക്കിൾ ഹീലിംഗിനേക്കാൾ വലിയ മിറക്കിളാണ്. വിശ്വാസികളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന സംഭവമാണ് അത്ഭുത രോഗശാന്തി. അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളും പരസ്യം ചെയ്ത് ജനശ്രദ്ധ നേടുന്ന സെലിബ്രിറ്റികളുമൊക്കെ അനവധിയാണ്. എന്നാൽ സഹന ദുരന്തങ്ങളിൽ പരാതിയും പരിഭവവുമില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും പ്രത്യാശയോടെ ജീവിക്കുന്നവരും വിശ്വാസികൾക്കിടയിലെ ലെജൻഡുകളാണ്, ലിവിങ് മിറക്കിൾസാണ്. 18 വർഷം കൂനിയായിരുന്നിട്ടും ശബദിൽ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു സ്ത്രീയെ ലൂക്കോസ് 13-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അവൾ തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ശബദ് മുടക്കിയില്ല. 18 വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കരുണ കാണിക്കാത്ത ദൈവത്തെ ഇനി ആരാധിച്ചിട്ട് എന്താണ് കാര്യമെന്ന് അവൾ നിഷേധാത്മകമായി ചിന്തിച്ചില്ല. അവൾക്കുണ്ടായിരുന്നത് ദൈവത്തോട് വ്യാപാരബന്ധമല്ല, ഉപാധികളില്ലാത്ത ആത്മബന്ധമായിരുന്നു. 1000 സ്തുതികളേക്കാൾ വലുതും ദൈവത്തിന് മഹത്വം കരേറ്റുന്നതുമായിരുന്നു അവളുടെ സംഘാലയത്തിലെ സാന്നിധ്യം. ദൈവം അവളുടെ അടുത്തേക്ക് നടന്നു വന്നു, തൊട്ട് സൗഖ്യമാക്കി. പരീക്ഷണങ്ങളുടെ വഴിയിൽ ദൈവാശ്രയത്തോടെ നടന്ന ഇയ്യോബും ഹൃദയം തകർക്കപ്പെട്ടപ്പോഴും ദൈവത്തെ സ്തുതിച്ച മേരി മാതാവും ജഡത്തിലെ മുള്ളുകളോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച പൗലോസ് അപ്പോസ്തലനുമൊക്കെ ബൈബിളിലെ ജീവിക്കുന്ന അത്ഭുതങ്ങളാണ്. അവരിലൂടെ ദൈവ മഹത്വം വെളിപ്പെട്ടു. ഒരേ ദുരന്തത്തിലായ 2 വ്യക്തികൾ, ഒരാൾ ദൈവത്തോടും മനുഷ്യരോടും വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിച്ച് ജീവിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ വ്യക്തി പറയുന്നു, കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. ഇവരിൽ 2 പേരിൽ ആരിലൂടെയാണ് ദൈവനാമം മഹത്വീകരിക്കപ്പെടുന്നത്? ഉത്തരം നിങ്ങൾക്കറിയാം. കർത്താവ് പറഞ്ഞു, ദൈവ തിരുനാമം മഹത്വപ്പെടുവാനാണ് ഇവന്റെ കഷ്ടത. ചിന്തകളുടെ വലകൾ ദിവ്യജ്ഞാനത്തിൻ്റെ മഹാസമുദ്രത്തിൽ ആഴത്തിൽ ഇറക്കിയാൽ മാത്രമേ കർത്താവിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സഫറിംഗ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ ഗാഡ്സ് ഗ്ലോറി എന്നാണ് ഒരു ഭക്തന്റെ അഭിപ്രായം. ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന വേദിയാണ് സഹനങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ ഇതേപ്പറ്റി പറഞ്ഞു, റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അതുതന്നെയാണ് പത്രോസ് ലീഹയും പറഞ്ഞത്. 1 പത്രോസ് 4:16. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ
ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഒരു ദീപം ശക്തമായി പ്രകാശിക്കുന്നത് കൂരിരുട്ടിലാണ്. അതുപോലെ ജീവിത ദുരന്തങ്ങളിലും രോഗങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നമ്മുടെ ജീവിതം അനേകർക്ക് വെളിച്ചം പകരുന്നതാണ്. ദൈവ തിരുനാമ മഹത്വം കരേറ്റുന്നതാണ്. കൈകാലുകളില്ലാത്ത നിക്ക് എന്ന മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ സന്തോഷത്തോടെ സുവിശേഷം പങ്കുവെക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും പ്രേക്ഷകർക്ക് മിറക്കിൾ അനുഭവമാണ്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നോർത്ത് നിരാശപ്പെടുന്നതിന് പകരം ദൈവത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും അദ്ദേഹം പറയുന്ന തിരുവചനങ്ങൾ ജനകോടികൾക്ക് പ്രത്യാശയോടും ലക്ഷ്യബോധത്തോടും വിശ്വാസത്തോടും കൂടെ ജീവിക്കുവാൻ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് സഹനങ്ങൾ എന്ന് ചോദിച്ച് ഇടറിപ്പോകുന്നവരോട് ദൈവം നേരിട്ട് ചോദിക്കുന്ന മറ്റു ചില ചോദ്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ സഹനങ്ങളിൽ നിനക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കുന്നത്? ജീവിത ദുരന്തത്തിലായിരിക്കുന്നവരെ നീ സഹായിക്കാറുണ്ടോ? ആരുടെയെങ്കിലും ഭാരങ്ങൾ ചുമക്കുവാൻ നീ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോഴത്തെ നിന്റെ സഹനങ്ങളിൽ ദൈവത്തെ പഴിക്കുകയാണോ മഹത്വപ്പെടുത്തുകയാണോ? തിരുവചനത്തിൻ്റെ വരികൾക്കിടയിൽ ദൈവത്തിൻ്റെ ഇതുപോലുള്ള അനേകമനേകം ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ജീവിത സഹനങ്ങളോട് ക്രിസ്തീയ സമീപനം നമുക്ക് സ്വീകരിക്കാം. ചോദ്യം ചെയ്യുന്നതിനും പരാതി പറയുന്നതിനും വിമർശിക്കുന്നതിനും പകരം ദുരന്തബാധിതരെ സഹായിക്കുന്ന ഒരു ഉദാത്തമായ ആത്മീയ ശൈലി നമുക്ക് ശീലമാക്കാം. നമ്മുടെ വ്യക്തിപരമായ സഹനങ്ങളിൽ നിരാശപ്പെടാതെ പ്രത്യാശയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. യെശയ്യാപ്രവചനം 54:10. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളിച്ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ശക്തരാക്കട്ടെ. പ്രതിസന്ധികളിലൂടെ വിശ്വാസത്തിൽ ഇടറിപ്പോകാതെ മുന്നേറുവാൻ അതിജീവന ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.